എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ 4-ാം തവണയും വൈക്കത്ത് വടക്കുപുറത്തുപാട്ടിന് എത്തുവാൻ സാധിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യത്തെ 3 ഘട്ടങ്ങളിലും, അതായത് ദേവി 8 കൈകളോടെയും 16 കൈകളോടെയും 32 കൈകളോടെയും കളത്തിൽ നിറയുന്ന ആ ഓരോ ദിവസവും വന്ന് കണ്ടു തൊഴുവാൻ സാധിച്ചു. അപ്പോൾ അവസാന ദിവസം ഏപ്രിൽ 13 64 കൈകളോടെ വേതാളത്തിന് പുറത്തിരിക്കുന്ന ഭദ്രകാളി രൂപമാണ് കളത്തിൽ നിറഞ്ഞിരിക്കുന്നത്. അതും വന്ന് കണ്ടു തൊഴുവാനുള്ളൊരു ഭാഗ്യമുണ്ടായി. കഴിഞ്ഞ 3 പ്രാവശ്യം വന്നതിൻ്റെയും വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കൂ. ഉച്ചയ്ക്ക് 12:30യോടെയാണ് ദേവീരൂപം കളത്തിൽ വരച്ചു പൂർത്തീകരിക്കപ്പെട്ടതും അതിനുശേഷം ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി തുറന്നു കൊടുക്കുകയുമാണ് ഉണ്ടായത്. വെളുപ്പിന് തൊട്ട് ധാരാളം ഭക്തജനങ്ങൾ ഇന്ന് ഈ അവസാന ദിവസമെങ്കിലും ദേവിയെ കണ്ടു തൊഴുന്നതിനായി വൈക്കത്തേക്ക് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ടത്തെ ചടങ്ങോടുകൂടി ഈ വടക്കുപുറത്തുപാട്ട് സമാപിക്കുകയും ചെയ്യും. വൈകിട്ട് തിരിയൊഴിച്ചിൽ ഉണ്ട്. എല്ലാ ദിവസവും 12 ദിവസവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തിരിയൊഴിച്ചിലിന് ശേഷം രാത്രി 8 മണിക്ക് ദേവിയുടെ ആ ഒരു തിടമ്പ്, കളത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന തിടമ്പ് അവിടെ നിന്നും ആനപ്പുറത്തേറ്റി വടക്കുപുറത്ത് കൊച്ചാലും ചുവട്ടിലെ ഭഗവതി ക്ഷേത്രത്തിലെത്തുകയും അവിടെ നിന്നും തിരിച്ചെഴുന്നള്ളിപ്പുമുണ്ട്. അപ്പോൾ ഇന്ന് അവസാന ദിവസം പെരുവനം കുട്ടമ്മന്മാരുടെ നേതൃത്വത്തിലാണ് വാദ്യമേളങ്ങളോടെ ദേവിയെ എതിരേൽക്കുന്നത്. അതിനുശേഷം കളം പാട്ട് അമ്പലപ്പുഴ വിജയകുമാറാണ്. അതുപോലെ അതിനുശേഷമാണ് കളം മായ്ക്കൽ എന്ന ചടങ്ങ്. കളം മായ്ക്കലിന് ശേഷമാണ് ഈ കളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പൊടി നമുക്ക് പ്രസാദമായി കിട്ടുന്നതും വലിയ ഗുരുതി നടത്തുന്നതും. ശേഷം രാത്രി 2 മണിയോടെ ദേവി തിരിച്ച് കൊടുങ്ങല്ലൂരേക്ക് എഴുന്നള്ളുന്നതുമാണ് ഇന്നത്തെ ചടങ്ങുകൾ. ഇനി വീണ്ടും 12 വർഷത്തിന് ശേഷമാണ് ഈ വടക്കുപുറത്തുപാട്ട് വൈക്കത്ത് നടക്കുന്നത്. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ള കുറച്ച് വിവരങ്ങളൊക്കെ കഴിഞ്ഞ 3 വീഡിയോകളിലായി ഞാൻ സൂചിപ്പിച്ചിരുന്നു. എങ്കിലും ഇത്രയും വലിയൊരു കളം, ഈ കളം ഇങ്ങനെ 64 കൈകളോടെ വേതാളത്തിന് പുറത്തിരിക്കുന്ന ദേവീരൂപം ഇത്രയും വലിയ കളത്തിൽ വരയ്ക്കുന്നത് കേരളത്തിൽ മറ്റെങ്ങും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു വലിയ കളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ദേവിയുടെ ആ ഒരു നമ്മുടെ സങ്കല്പത്തിനും അപ്പുറത്തുള്ള രൂപത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഐതിഹ്യം കൂടെ സൂചിപ്പിക്കട്ടെ. അതായത് പണ്ട് മധുകൈയുടെ പദ്ധതിനു ശേഷം ത്രിമൂർത്തികൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരർ ദേവിയെ ദർശിക്കുന്നതിനായി ദേവിയുടെ ചിന്താമണി ഗൃഹത്തിലെത്തിയെന്നും ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ പുഷ്പങ്ങൾ അർച്ചിക്കുവാൻ ആഗ്രഹിച്ച അവർക്ക് മുന്നിൽ ദേവി തൻ്റെ പെരുവിരലിൽ വിശ്വം മുഴുവൻ കാണിച്ചു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾക്കോ ഊഹത്തിനും ഒക്കെ അപ്പുറമാണ് ദേവിയുടെ വലിപ്പം എന്നുള്ള ആ സങ്കല്പത്തിൽ നിന്നാണ് ഇത്രയും വലിപ്പമേറിയ കളം ദേവീരൂപം വരയ്ക്കുവാനുള്ള പ്രചോദനം. അങ്ങനെ ഇത്തവണത്തെ വടക്കുപുറത്തുപാട്ട് 4 പ്രാവശ്യം തൊഴുവാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. ഇത്തവണ അവസാന ദിവസം ഞാനും മോനും വന്ന സമയവും വളരെ നല്ലതായിരുന്നു. ഒരു 3:30-4 മണിയോടെയാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ വളരെ ചെറിയൊരു ക്യൂവേ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരമാകുമ്പോഴാണ് നല്ല തിരക്കാവുന്നത്. അങ്ങനെ 2 പ്രാവശ്യം ക്യൂ നിന്ന് അകത്ത് കയറി ദേവിയെ തൊഴാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ വിചാരിച്ചിരിക്കാതെ കിട്ടിയ മറ്റൊരു മഹാഭാഗ്യമാണ് ഞങ്ങൾ എത്തിയപ്പോൾ ശ്രീമതി വൈക്കം വിജയലക്ഷ്മിയുടെ കച്ചേരി നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആദ്യമായാണ് ശ്രീമതി വിജയലക്ഷ്മിയെ നേരിട്ട് കാണുന്നത്. അതൊരു വലിയ ഭാഗ്യമായി തന്നെ ഞാൻ കണക്കാക്കുന്നു. ഒരുപാട് തവണ നമ്മളിങ്ങനെ യൂട്യൂബിലും ഒക്കെ ആയിട്ട് ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ റീസെൻ്റായിട്ടുള്ള വിജയലക്ഷ്മിയുടെ ഒരു പാട്ട് ARM എന്ന് പറയുന്ന സിനിമയിലെ അങ്ങുവാനക്കോണിൽ എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഭയങ്കരമായിട്ട് മനസ്സിനെ സ്പർശിക്കുന്ന ഒരു പാട്ടായിരുന്നു. പക്ഷേ ആ പാട്ടും ഇന്നിവിടെ പാടി ആ സമയം പക്ഷേ ഞാൻ ക്യൂവിലായിരുന്നു. എങ്കിലും അത് നന്നായി തന്നെ കേൾക്കുവാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ എല്ലാം കൊണ്ടും ദേവി രൂപം ദർശിക്കുവാൻ ഉള്ള ഭാഗ്യത്തിൽ സന്തോഷഭരിതമായ മനസ്സോടെ മടങ്ങുകയും ചെയ്തു.